ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കോവയ്ക്ക അരിഞ്ഞതും പിന്നെ ഒരു 3/4 കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വളരെ കുറച്ച് മാത്രമേ കോവയ്ക്ക എടുത്തിട്ടുള്ളൂ. വാങ്ങിച്ചിട്ട് ഒരു 2-3 ദിവസമായി. അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ്ട് ക്ലീൻ ആക്കി ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് പച്ചയ്ക്ക് തന്നെ പച്ച കളറിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ നല്ലതാണ്. ഈ ചുവപ്പായതുകൊണ്ട് ചെറിയൊരു പുളിപ്പ് കാണും, എങ്കിലും സാരമില്ല. പിന്നെ പൊതുവേ ഈ കോവയ്ക്കൊന്നും ഇഷ്ടമല്ലാത്തവർ എന്തായാലും ഈ റെസിപ്പി ഒരു വട്ടം ട്രൈ ആക്കി നോക്കണം കേട്ടോ. എനിക്ക് കോവയ്ക്കോട് അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷെ ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് ക്രഷാക്കി കൊണ്ടുവരാം. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ പൾസ് മോഡിലിട്ട് ഒരു 3-4 വട്ടം കറക്കുമ്പോഴത്തേനും ദാണ്ട് ഇതുപോലെ കിട്ടും. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടും ഇല്ല, ഒന്ന് ക്രഷാക്കി എടുത്തിട്ടേ ഉള്ളൂ. കണ്ടോ, ദാണ്ട് ഈ ഒരു പരുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി എല്ലാ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ദുശീലം എന്ന് പറയാം, വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ ഞാൻ കടുകിടും. മിക്കപ്പോഴും എനിക്ക് സംഭവിക്കുന്നത് ക്ഷമയില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഞാൻ കൈവച്ച് അങ്ങനെ അങ്ങ് എടുത്തിട്ടതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ ഉഴുന്നിൻ്റെ കളർ ഒന്ന് മാറി വരണം, ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് എത്തണം. അതുവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പം ദാണ്ട ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 6-7 കുഞ്ഞുള്ളി എടുത്ത് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ഉള്ളി ആയതുകൊണ്ടാണ് 6-7 എടുത്തത്, അല്ലെങ്കിൽ ഒരു 10-12 എടുക്കണേ. ഇനി നിങ്ങൾക്ക് കുഞ്ഞുള്ളി അരിഞ്ഞെടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സവാള എടുത്താലും മതി. ഇനി അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് വെന്ത് വരട്ടെ, അത്രയും മതിയാവും. ഇപ്പൊ ദാണ്ട ഒന്ന് വെന്ത് ചെറുതായിട്ട് കളറൊന്ന് മാറിയിട്ടേ ഉള്ളൂ. ആ സമയം നമ്മൾ നേരത്തെ ക്രഷാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ, എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കോവയ്ക്ക തോരൻ വെക്കുമ്പോഴുള്ള ഉള്ള ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന് കിട്ടുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തോരൻ വെക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ കോവയ്ക്കയ്ക്ക് കുറച്ചധികം വേവുണ്ട്, അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. പ്രത്യേകിച്ചും ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിലൊക്കെ താഴെ അത്രയേ ഉള്ളൂ. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മിക്സാക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും സംഭവം സെറ്റാവും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി ഒക്കെ വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങും കേട്ടോ ഇത് അടച്ചു വെക്കുമ്പോഴത്തേനും. ഇപ്പം ദാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, തുറന്നു നോക്കാം. ദാണ്ട് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, പക്ഷെ ചെറിയ ഒരു നനവ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പം നമുക്കിനി അടച്ചൊന്നും വെക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് തുറന്നിരുന്ന് ഒരൊറ്റ മിനിറ്റ് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും സംഭവം സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് തുറന്നിരിക്കട്ടെ. അതാണ്ട് നമ്മുടെ അടിപൊളി ഒരു കോവയ്ക്ക തോരനാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കോവയ്ക്ക തോരൻ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത്. മിക്കവാറും നെഗറ്റീവ് കമൻസുകളായിരിക്കും കൂടുതൽ വരുന്നത്, എങ്കിലും സാരമില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാണ്ട്
അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം. സോറി, ഇത് മാത്രമേ കഴിക്കാൻ പറ്റൂല, ഒരു ഒഴിച്ചെറിയോ ഒരു മീൻകറിയൊക്കെ വേണം എങ്കിലും നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.